ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിലൊരു സ്പെയർ വീലുള്ള കാര്യം. കാരണം സ്പെയർ വീൽ എപ്പോഴാണ് ആവശ്യം വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിക്ക് ടയർ പഞ്ചർ ആകുമ്പോഴോ അല്ലെങ്കിൽ ടയർ റൊട്ടേഷൻ്റെ സമയത്ത് പലപ്പോഴും പലരും മറന്നു പോകുന്നൊരു കേസാണ് ടയർ റൊട്ടേഷനെ കുറിച്ച്. ഫോർ വീൽ മാത്രം റൊട്ടേഷൻ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഒരു സ്പെയർ വീല് നാളെ ഒരു സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ 4 ടയർ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ സ്പെയർ വീൽ നമ്മൾ മാറുമോ, അതോ ഈ സ്പെയർ വീൽ എടുത്തിട്ടതിന് ശേഷം ബാക്കി 3 ടയർ പുതിയത് മേടിച്ചിട്ടാൽ മതിയോ? ഇങ്ങനെ ഒരു സംശയം പൊതുവെ പലരുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ സ്പെയർ വീൽ അനക്കിയിട്ടില്ല, സ്പെയർ വീൽ തൊട്ടിട്ടില്ല. അതേ സെയിം സ്പെയർ വീൽ അങ്ങനെ ഇരിക്കട്ടെ, ഏകദേശം ഒരു 4 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ബാക്കിയുള്ള 3 ടയർ മാറിയാൽ പോരെ, ഒരു ടയർ ഞാൻ ലാഭിക്കുകയല്ലേ എന്നുള്ളൊരു ചിന്തയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു തെറ്റായ ധാരണയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ അത് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കാം. 4 വർഷം ആ ഒരു ടയർ അതുപോലെ അനങ്ങാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ടയറിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. നമുക്ക് അവിടെ വെച്ച് തന്നെ നമ്മൾ ടയറിൻ്റെ പ്രഷറൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് റബ്ബറാണ്, റബ്ബർ ഹാർഡായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ ഇരുന്ന് പോകുന്നിടത്തോളം കാലം അത് മോശമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് മാറണോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, അതായത് എന്നോട് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, ഈ ഒരു സ്പെയർ വീൽ ഇതുപോലെ തന്നെ ഇരുന്നാൽ മതിയോ, അതോ 4 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ടയേഴ്സ് മാറുന്ന കൂട്ടത്തിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള 3 ടയർ മാറ്റി ഇത് സ്പെയർ വീൽ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ 4 ടയർ ആകില്ലേ, അപ്പോൾ 3 മേടിച്ചാൽ പോരാന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അത് തെറ്റായ ഒരു ചിന്തയാണ്, അല്ല തെറ്റായ ഒരു രീതിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ മേടിച്ചിടുന്ന പുതിയ 3 ടയേഴ്സ്, അതിൽ 2 ടയർ ഫ്രണ്ടിൽ ഇട്ടോട്ടെ, പുറകിൽ ഒരു പഴയ ടയറും ഒരു പുതിയ ടയറും ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടയർ എത്രയും പെട്ടെന്ന് തേഞ്ഞ് തീരാൻ നോക്കും. രണ്ടാമത്തെ കാര്യം, ഈ ടയറിന് ചെറിയ രീതിക്ക് ക്രാക്കൊക്കെ ഉണ്ടായിട്ട് ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പൊട്ടിപ്പോകാനുള്ള ടെൻഡൻസി കൂടുതലുണ്ട്. പിന്നെ വരാനുള്ള സാധ്യത, ഈ പറഞ്ഞ പോലെ ക്രാക്ക് വരിക മാത്രമല്ല, ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സോള് ചിലപ്പം ഇളകിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഇളകിപ്പോവുകയാണെങ്കിൽ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം, ഏകദേശം ഒരു 4 വർഷം അല്ല 5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ വാഹനത്തിൻ്റെ ടയർ മാറുകയാണെങ്കിൽ, ഞാൻ ഓട്ടം കുറവുള്ള വാഹനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഓട്ടോ ഉള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും ടയറിൻ്റെ കണ്ടീഷൻ ഏകദേശം മോശം. 50 ഞാൻ എടുത്ത് പറയുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. 1 ലക്ഷം നല്ല രീതിക്ക് ടയർ കിട്ടിയ വാഹനങ്ങൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ 50 ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 50 ഓടിയൊരു വാഹനമാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ, അതിൻ്റെ ടയർ മോശമായിട്ടുണ്ടെങ്കിൽ മാത്രം അത് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രണ്ടിലത്തെ ആദ്യം മാറാം, പുറകിലത്തെ കുറച്ചുകൂടെ ഓടട്ടെ, ഈ ഒരു ചിന്താഗതി മാറ്റുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, 4 ടയറും ഒന്നിച്ച് മാറിവിടുന്ന നല്ല സ്പെയർ വീൽ ആയിരിക്കുന്ന വീല് തന്നെ ഇരുന്നാലും കുഴപ്പമില്ല, അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉടനെ വരാനില്ല. അങ്ങനെ ഇരുന്നോട്ടെ, ഇടയ്ക്ക് ടയറിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. ടയറിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക. എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യത്തിന് ടയർ പഞ്ചറാകുമ്പോൾ ഈ ടയർ എടുത്ത് ഇടാൻ കുഴപ്പമില്ല. പക്ഷേ അധികം ദൂരം ഓടാൻ ശ്രമിക്കരുത്. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ടയർ ഷോപ്പിൽ ചെന്ന് ടയർ മാറി ആ ടയർ റിപ്പയർ ചെയ്ത് തിരിച്ചതിട്ടിട്ട് ഈ ഒരു പഴയ സ്പെയർ വീൽ എടുത്ത് സ്പെയർ വീലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ടയർ റൊട്ടേഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഈ 5 ടയർ ഒന്നിച്ച് റൊട്ടേഷൻ പോകുന്നത് നല്ലതാണ്. അന്നേരം നമ്മൾ പുതിയൊരു ടയർ മാറുക അല്ലെങ്കിൽ ടയർ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് 4 ടയർ റീപ്ലേസ് ചെയ്തതിന് ശേഷം അതിലുള്ളതിൽ നല്ല ഏത് ടയറാണോ അത് സ്പെയർ വീലായിട്ട് വെക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ലൈഫും കൂടുന്നതായിരിക്കും. ടയറിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ലോങ് പോകുമ്പോൾ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല.